കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു കവിതയുമായാണ് അശ്വതിയുടെ വരവ്. നമുക്ക് സ്വാഗതം ചെയ്യാം അശ്വതിയെ. പ്രണയത്തിന്റെ ഉന്മാദം വാക്കുകളിൽ കോരി നിറച്ച് വയലാർ രചിച്ച കാവ്യമാണ് താടക എന്ന ദ്രാവിഡ രാജകുമാരി. എടപ്പാടിൽ നിന്നെത്തിയ അശ്വതി ഈ കവിത ആലപിക്കുന്നു. നമസ്കാരം അശ്വതി. ഏത് കവിതയാണ് പ്രണയം റൗണ്ടിൽ ചൊല്ലാൻ പോകുന്നത്? അനശ്വരനായ കവി വയലാർ രാമവർമ്മയുടെ താടക എന്ന ദ്രാവിഡ പ്രശസ്തമായ ഒരു കവിത തന്നെയാണ്. മലയാളത്തിന്റെ ഒരു സ്വർണ്ണ ഖനി എന്നൊക്കെ തന്നെ പറയാം അല്ലേ ആ കവിത? ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കാം താടക എന്ന ദ്രാവിഡ രാജകുമാരിയെ. വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുന സന്ധ്യയിൽ പാർവതി പൂജയ്ക്ക് പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. സ്ത്രീ ഹൃദയത്തിനുന്മാദമുണർത്തുമാ മോഹന ഗോപാംഗ ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതൊരഭൗമ രോമാഞ്ചമായി നിന്നാൾ. സലച്ചും സകാമം സവിസ്മയം രാജീവ പുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നിടവേ താടി തടവി ചിരിച്ചു ചൊല്ലി മുനി താടക എന്ന നിശാചരിയാണവൾ. ചിത്രശിലാതലങ്ങൾക്കുമീതെ മലർമെത്ത വിരിക്കും സുരഭിയാം തെന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ടു വനനദീ തീരത്ത് ശ്രീരാമചന്ദ്രനുറങ്ങവേ കാട്ടിലൂടൊച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിലുങ്ങാതെ ഏകയായി ദാശരഥി തന്നരികത്തനുരാഗ ദാഹപരവശയാൽ വന്നു താടക. ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾ വരെ എത്തിക്കിടന്ന കാർക്കൂന്തലിൽ ഹേമാംഗങ്ങളിൽ താടകതൻ തളിർത്താമരമൊട്ടിളം കൈവിരലോടവേ അജ്ഞാതമേതോ മധുരാനുഭൂതിയിൽ അർത്ഥസുപ്താന്തർവികാരമുണരവേ ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നു പോയി രാമന്റെ കണ്ണുകൾ. ശ്രീരാമചന്ദ്രനിൽ താടക എന്തുമാത്രം ഒറ്റനോട്ടത്തിൽ അനുരക്തയായി പോയോ അതേമാതിരി തന്നെ വയലാറിൻ്റെ കവിതയിൽ അശ്വതി അനുരക്തയായി പോയോ എന്നാണ് എനിക്ക് സംശയം. കാരണം ആ ഭാവം മുഖത്ത് സ്ഫുരിക്കുന്നത് നമുക്ക് കാണാം. അതാണ് ഈ ആലാപനത്തെ വളരെ ശ്രദ്ധേയമാക്കിയത്. അമ്പെടുത്തിട്ടും തൊടുക്കുവാനാവാതെ കമ്പിതഗാത്രനായി ഒരു നിമിഷം നിന്നുപോയ ശ്രീരാമനെ ഞാൻ ഇപ്പോഴാണ് വളരെ
ഒരു അഭിനന്ദനത്തോടു കൂടി കാണുന്നത്. അശ്വതിയാണ് അങ്ങനെ ശ്രീരാമൻ എനിക്ക് കാണിച്ചു തന്നത്. 50 ഒടുക്കുന്നതിന് മുമ്പ് ഒരു നോട്ടം കൂടി നോക്കിയ ശ്രീരാമൻ. അതാണ് കാണാത്തിടത്തേക്ക് നമ്മളെ എത്തിക്കാൻ ആലാപനത്തിന് സാധിച്ചു. വളരെ വ്യത്യസ്തവും ഹൃദ്യവും സ്ഫുടവുമായിട്ടുള്ള ഒരു നല്ല ആലാപനം കേട്ട സന്തോഷത്തിലാണ് ഇത്രയും പറഞ്ഞത്. നന്ദി. നന്ദി സർ. ആലങ്കോട് സർ. അശ്വതി ഒന്നാന്തരമായി. കവിതയ്ക്ക് ചിത്രീകരണം വിഷ്വലൈസേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് അനങ്ങാതെ നിന്ന് അനന്ത ദൃശ്യങ്ങളെ കാണിച്ചു തരാൻ സാധിക്കും ആലാപനം കൊണ്ട് മാത്രം. അവതരിപ്പിച്ച ഭാഗത്തെ പൂർണ്ണ ഭാവങ്ങളും അശ്വതി മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അഭിനന്ദനം. ഒരുപാട് നന്ദി സർ. രമ്യ ചേച്ചി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മതിമറന്ന് നമ്മൾ കേട്ടിരിക്കും എന്ന് പറയില്ലേ, ആ ഒരു അനുഭവമാണ് ഉണ്ടായത്. പിന്നെ എല്ലാ രീതിയിലും ഒരു പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനിയും ഇതിനും നല്ല രീതിയിലുള്ള പെർഫോമൻസസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി ചേച്ചി. നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. അശ്വതിക്ക് ഞാൻ വന്നിരിക്കുന്നത് 42. ആലങ്കോട് സർ. തീർച്ചയായും ഒട്ടും കുറയ്ക്കുന്നില്ല. 42. 100-ൽ 84 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ കവിത പലരും ചൊല്ലി കേട്ടിട്ടുണ്ടെങ്കിലും അശ്വതി ചൊല്ലിയപ്പോൾ വളരെ പ്രത്യേകത തോന്നി. വളരെ മനോഹരമായിട്ട് തന്നെ ചൊല്ലാൻ കഴിഞ്ഞു.